ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. ഇന്ന് 2025 മെയ് മാസം 12-ാം തീയതി തിങ്കളാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഒരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ പ്രവർത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം. 1 Corinthians chapter 10 verse 13 നാം ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോം വഴിയും ഉണ്ടാക്കും. ഇസ്രായേൽ ജനത്തിന്റെ യാത്രയെക്കുറിച്ച്, നമ്മുടെ പൂർവപിതാക്കന്മാരുടെ മരുഭൂമി യാത്രയെക്കുറിച്ച് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പൗലോസ് പരാമർശിക്കുന്നു. അവരുടെ യാത്രയിൽ എല്ലാവരിലും ദൈവം പ്രസാദിച്ചില്ല. ആരിലൊക്കെ പ്രസാദിച്ചില്ല? എന്താണ് അവർക്കിടയിൽ നടന്നത്? ദൈവം ഏതൊക്കെ സാഹചര്യങ്ങളിൽ എത്ര പേരെ വഴിയിൽ വെച്ച് സംഹരിച്ചു കളഞ്ഞു എന്നിത്യാദി കാര്യങ്ങളെല്ലാം ഏകദേശം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വ്യക്തമാക്കുന്നു. തുടർന്ന് വളരെ വ്യക്തമായി കൊരിന്ത് സഭയോട് പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഒരു വ്യക്തിക്ക് സഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമുള്ള പരീക്ഷ, പ്രതിസന്ധി, പ്രയാസം ദൈവം കൊടുക്കുകയില്ല. അഥവാ അങ്ങനെ ഒരു പരീക്ഷ വന്നാൽ അതിന് ദൈവം അനുവദിക്കാതെ അതിന്മേൽ പോക്കുവഴി കണ്ടെത്തുന്ന ഒരു ദൈവമാണ്. പ്രിയ ദൈവജനമേ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മോട് തന്നെയും നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്നവരോടും അതിലുമുപരിയായി ദൈവത്തോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എനിക്കിത് വന്നു? ഈ പരീക്ഷ, ഈ പ്രശ്നം, ഈ രോഗം, ഈ ബുദ്ധിമുട്ട്, ഈ പ്രതിസന്ധി എൻ്റെ കുടുംബത്തിന്, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഒരു കാര്യം വളരെ വ്യക്തമായി ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വ്യക്തിക്ക് സഹിക്കാവുന്നതിനപ്പുറമായി, വഹിക്കാവുന്നതിനപ്പുറമായി ദൈവം കൊടുക്കുകയില്ല. അതിനെ ഇങ്ങനെ ലഘൂകരിച്ച് മനസ്സിലാക്കാം. ഒരാളുടെ തലയിൽ 10 കിലോയുള്ള ഒരു ഭാരം വെച്ചാൽ അത് വഹിക്കുവാൻ കപ്പാസിറ്റി ഉള്ള ആള് എന്ന് ദൈവത്തിനറിയാം. അങ്ങനെയുള്ള ഒരാളിന്റെ തലയിൽ 50 കിലോയുടെ ഭാരം വെക്കുകയില്ല. 10 കിലോ ഭാരം എടുക്കുവാൻ ശേഷിയുള്ള ആളിന് 10 കിലോ, 20 കിലോ ശേഷിയുള്ള ആളിന് 20 കിലോ, 50 കിലോ എടുക്കുവാൻ ആരോഗ്യവും ശേഷിയുമുള്ള ആളിന് 50 കിലോ,
51 കിലോ കൊടുക്കുന്നവനല്ല നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന നമ്മുടെ മേൽ പറയപ്പെട്ട ചോദ്യം അസ്ഥാനത്തല്ലേ? ദൈവത്തെ നമ്മൾ ചോദ്യം ചെയ്യുകയല്ലേ? എന്റെ കപ്പാസിറ്റി എന്നെക്കാട്ടിൽ നന്നായിട്ട് ദൈവത്തിനറിയാം. ആ ദൈവത്തിനറിയാം ഇന്ന് ഇന്ന വ്യക്തി കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുവാൻ, അതിജീവിക്കുവാൻ, ആ വെല്ലുവിളിയെ നേരിടുവാനുള്ള കഴിവ്, പ്രാപ്തി ആ വ്യക്തി, ആ കുടുംബം ആർജിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നാം ഇന്ന് ആ പ്രതിസന്ധിയെ നേരിടുവാൻ ദൈവം അനുവദിച്ച് തന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് യോബിന്റെ പുസ്തകത്തിൽ യോബിന്റെ ജീവിത ചരിത്രം. നമ്മളൊക്കെ വിശ്വാസ ജീവിതത്തിൽ യോബിനെ ഉദാഹരിച്ച് പറയുകയും പ്രാർത്ഥനയിൽ യോബിനെ നമ്മൾ എടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ യോബിന്റെ വിശ്വാസത്തിന്റെ 1% നമുക്കില്ല. യോബിന്റെ വിശ്വാസത്തെയും യോബിന്റെ പരീക്ഷയിലെ അതിജീവിക്കാനുള്ള ശേഷിയെ കുറിച്ച് ദൈവത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. നാം ആദ്യ അധ്യായങ്ങൾ 1, 2, 3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ പിശാച് ദൈവത്തോട് യോബിനെ കുറിച്ച് എന്തൊക്കെ ആവശ്യപ്പെട്ടു അതെല്ലാം ദൈവം അങ്ങ് അനുവദിക്കുകയാണ്. എന്തുകൊണ്ടാ? ദൈവത്തിനറിയാം ഈ സാത്താൻ എന്തൊക്കെ പറഞ്ഞാലും ഈ യോബ് ഒരു വിധത്തിലും തന്റെ ദൈവത്തെ തള്ളിപ്പറയുകയില്ല, വിശ്വാസം വിട്ട് പിന്മാറുകയില്ല, ദൈവത്തെ ചോദ്യം ചെയ്യുകയില്ല എന്ന് ദൈവത്തിന് ഉത്തമ ബോധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ തിങ്കളാഴ്ച അതിരാവിലെ ഒരു ചോദ്യത്തോടെ ഇന്നത്തെ ജീവജലത്തിന് സമാപ്തി കുറിക്കട്ടെ. നാളുകളായി ആത്മീയ പാരമ്പര്യം പറയുന്ന ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടിട്ട് 50 വർഷമായി. എന്റെ കുഞ്ഞുനാളിലെ ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയതാ, പ്രാർത്ഥിച്ചതാ, എന്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ സാക്ഷി പറഞ്ഞതാ എന്നു വേണ്ട, പറയാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിന് നമ്മെക്കുറിച്ച് വിശ്വാസമുണ്ടോ? ഒരു പനി വന്നാ മതി, മുഴുവനും കഴിഞ്ഞു. കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ചെറിയ പ്രയാസം നേരിട്ടാൽ മതി, ഈ ലോകം മുഴുവനും പറഞ്ഞു നടന്ന ആത്മീയ പാരമ്പര്യം ഒറ്റ സെക്കൻഡ് കൊണ്ട് കുഴിയിൽ പോകും. പിന്നെ നമ്മൾ അവിശ്വാസികളെക്കാട്ടിലും അധമന്മാരായി മാറുകയാണ്. ഇതല്ലേ ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം വല്ല വിലയും കൽപ്പിക്കുന്നുണ്ടോ? നമ്മൾ സാഹചര്യം അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. ചുമ്മാ ഒരു ഒഴുക്കിന് ട്രെയിൻ പോകുന്ന പോലെ ഒരു പോക്കങ്ങ് പോവുകയാണ്. അതിനകത്തിൽ 1% വിശ്വാസമുണ്ടോ? ഇയ്യോബിൽ ദൈവത്തിനുണ്ടായിരുന്ന വിശ്വാസം എന്നിൽ എന്റെ ദൈവത്തിനുണ്ടോ? പ്രിയമുള്ളവരെ, വിശ്വാസം എന്നത് പരിശോധിക്കപ്പെടുമ്പോൾ പുറത്തു വരേണ്ട കാര്യമാണ്. അബ്രഹാമിനെ ചുമ്മാതെയല്ല വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്നത്. 100ാമത്തെ വയസ്സിൽ ലഭിക്കപ്പെട്ട ഏകജാതനായ മകനെ മോറിയ മലയിൽ കൊണ്ടുപോയി ഹോമയാഗം കഴിക്കുവാൻ പറഞ്ഞപ്പോൾ ഒരു വാക്കുപോലും തിരിച്ചു ചോദിക്കാതെ അതുപോലെ അനുസരിച്ചു. ഇതാണ് വിശ്വാസം. നമുക്ക് സാധിക്കുമോ? മറ്റുള്ളവരോട് പറയുവാനും സാക്ഷി പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഓക്കെയാണ്. പക്ഷേ സ്വന്തം ജീവിതത്തെ തൊടുമ്പോൾ, വെല്ലുവിളി നേരിടുമ്പോൾ, രോഗങ്ങളും പ്രശ്നങ്ങളും
പ്രതികൂലങ്ങളും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഓർക്കണം, പൗലോസ് കൊരിന്ത് സഭയോട് പറയുന്നു, നിങ്ങൾക്ക് സഹിപ്പാൻ വഹിപ്പാൻ കഴിയാത്തത് തരികയില്ല. അങ്ങനെ തന്നാൽ പോലും ആ പരീക്ഷയിൽ കൂടെ പോക്കുവഴിയും പോംവഴിയും ഉണ്ടാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ചിലരെങ്കിലും വളരെ സങ്കീർണമായ, ഉത്തരമില്ലാത്ത, എത്ര ചിന്തിച്ചിട്ടും കാര്യകാരണം തിരിച്ചറിയാത്ത ചില വിഷയങ്ങൾ കൂടെ കടന്നു പോകുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? ഈ വിഷയത്തിന് ഇതിനകത്ത് തന്നെ എന്റെ ദൈവം എനിക്കൊരു പോംവഴി ഒരുക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ചെങ്കടലിന്റെ മുൻപിൽ നിർത്തിയെങ്കിൽ അവർ കണ്ടത് ഹുങ്കാര ശബ്ദത്തോടെ അലറിയാഞ്ഞൊഴുകുന്ന ചെങ്കടലാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ആ ചെങ്കടലിന്റെ ഏറ്റവും അടിഭാഗത്ത് തന്റെ ജനത്തിന് കടന്നു പോകുവാനുള്ള ചെങ്കൽ പാതയാണ് തമ്പുരാൻ കണ്ടത്. ഈ കാഴ്ച ഇന്ന് പകൽ നമ്മുടെ ആത്മകണ്ണാൽ കാണട്ടെ. നിങ്ങളുടെ വേദനകൾ മാറട്ടെ. കുടുംബത്തിൽ, ജോലിയിൽ, ആരോഗ്യത്തിൽ, കുഞ്ഞുങ്ങളിൽ, സാമ്പത്തിക കാര്യത്തിൽ, നിയമകാര്യത്തിൽ നിങ്ങൾ നേരിടുന്ന ഇന്നിന്റെ പ്രശ്നങ്ങളിൽ തമ്പുരാൻ പോക്കുവഴി ഒരുക്കിയിട്ടുണ്ട്. അത് കാണുവാൻ നമ്മുടെ ആത്മകണ്ണുകളെ തുറക്കാം. അതിന് വിപരീതമായി നമ്മുടെ ഈഗോ, കോംപ്ലക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മണ്ണിൽ കുഴിച്ചു മൂടി ദൈവകരങ്ങളിലേക്ക് വിനയാന്വിതരായി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടുകയും ഇന്നിന്റെ പ്രശ്നങ്ങളെ പ്രാർത്ഥനയോടെ അതിജീവിച്ച് ധന്യമായ, സന്തോഷകരമായ ക്രിസ്തീയ കുടുംബജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പുതുദിനം ഞങ്ങൾക്ക് നൽകിയല്ലോ. ജീവിതത്തിൽ പരിശോധനകളും പരീക്ഷകളും പ്രശ്നങ്ങളും നേരിടുമ്പോൾ അങ്ങയെ ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ, പിറുപിറുക്കാതെ, പിന്മാറാതെ, ഇതിന്റെ മധ്യേ ഈ പ്രതികൂലങ്ങളിൽ കൂടെ വിജയകരമായ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്ന ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. അപ്പാ, പലപ്പോഴും അങ്ങയുടെ ശക്തി തിരിച്ചറിയാതെ ചോദ്യം ചെയ്യുകയും പിറുപിറുക്കുകയും ചെയ്ത ഞങ്ങളുടെ കുറവ് ക്ഷമിക്കണം. വചനപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഓരോ ചൂടും വെക്കുവാൻ ഞങ്ങളെ ഇടയാക്കണം. ഇന്ന് ഈ ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന സകലരെയും തമ്പുരാൻ മാനിച്ച് അനുഗ്രഹിച്ച് അവരുടെ ഇന്നിന്റെ സകല പ്രതികൂലങ്ങളിലും അപ്പൻ ഒരുക്കിയ പോക്കുവഴി കാണുവാൻ അവരുടെ ആത്മമണ്ഡലങ്ങളെ അവിടുന്ന് തുറക്കണമേ. ദൈവകൃപയാൽ നിറയ്ക്കണമേ. സ്വർഗം പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയാത്ത ഒന്നും തമ്പുരാൻ നമുക്ക് നൽകുകയില്ല. അല്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല കർത്താവേ, എനിക്കിത് സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണോ നാം എത്തി നിൽക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആത്മകണ്ണുകൾ തുറക്കുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറിയാത്ത
ഒരു വലിയ വിടുതൽ ആ പ്രശ്നത്തിന്റെ അകത്ത് തമ്പുരാൻ ഒളിച്ചു വെച്ചിട്ടുണ്ട്. എബ്രായ ബാലന്മാർ തീച്ചൂളയ്ക്കകത്ത് അവർ കണ്ടില്ല, തമ്പുരാൻ കണ്ടു. ദാനിയേൽ സിംഹക്കുഴിക്കകത്ത് ദാനിയേൽ കണ്ടില്ല, പക്ഷേ തമ്പുരാൻ നേരത്തെ കണ്ടു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയും സമാധാനവും ജീവജലം ശ്രവിക്കുന്ന ഓരോരുത്തരുടെ മേലും, നമ്മുടെ ഓരോ കുടുംബങ്ങളുടെ മേലും, നമ്മുടെ തലമുറകളായിരിക്കുന്ന ഇടങ്ങളിലും കൃപയോടെ നടത്തി പരിപാലിച്ച് തന്റെ വലങ്കരങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.